ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഷ്രെഡഡ് ചിക്കൻ കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. ചോറിനൊപ്പം ആയാലും ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ആയാലും എന്തിൻ്റെ കൂടെ ആയാലും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു റോസ്റ്റാണിത്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 800 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയ ശേഷം 3-4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് കുക്കാക്കി എടുക്കുമ്പോഴേക്കും നമ്മൾ ഈ ആഡ് ചെയ്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി വരും. ചിക്കൻ പീസസൊക്കെ ആ സമയം കൊണ്ട് ഒരുവിധം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുവാണ്. 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ട് ചിക്കൻ ഷ്രെഡ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് കീറി ഇട്ട് കൊടുത്താൽ മതി. ഈ കുക്ക് ചെയ്ത പാത്രത്തിൽ തന്നെ ചിക്കൻ പീസസ് ഇട്ടിരുന്നാൽ പെട്ടെന്ന് തന്നെ ചൂട് മാറില്ല. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം വേണം ചെറുതായിട്ട് ചിക്കൻ കൈകൊണ്ട് തന്നെ കീറി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേവിച്ച ചിക്കൻ പീസസ് എല്ലാം വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് ചെറുതായിട്ട് കീറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് എല്ലാം ഞാൻ ഇതുപോലെ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ശേഷം 5 മിനിറ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് ക്രിസ്പി ആവാൻ പാടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഈ ഒരു ഓയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ഓയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ചിക്കൻ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷ്രെഡഡ് ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ഈ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ കൂടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നെടുകെ കീറിയതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ്. ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു ഫുൾ ബൾബ് ഗാർലിക്കും കൂടിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ ഷെയ്ഡൊന്നും മാറി വരേണ്ടതില്ല. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ അളവ് നേരത്തെ നമ്മൾ ചിക്കൻ പീസസ് വേവിച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അളവ് വളരെ കുറച്ച് വേണം ഉപ്പ് ആഡ് ചെയ്യാൻ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുക. ഫെനൽ പൗഡർ 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവയും കൂടി ആഡ് ചെയ്ത ശേഷം മസാലകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷ്രെഡഡ് ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ മസാലയും ഷ്രെഡഡ് ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെ ആയാലും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പൊറോട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.